എന്തെങ്കിലും കഴിക്കാൻ കിട്ടും വിചാരിച്ച് വന്നിരിക്കുകയാണ്. ഓ ഗൈസ്, അപ്പോൾ നമ്മളെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മളെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ എവിടെ നിന്ന് എടുക്കും, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ച് നിന്നതാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കളിക്കാൻ വരുന്ന വർക്കൗട്ടിനൊക്കെ വരുന്ന ഒരു പാർക്കിലാണ് അപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ആ പാർക്കിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ എന്നാൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ പാർക്കിൻ്റെ എൻട്രൻസ്. ഈ എൻട്രൻസ് ഗേറ്റ് കാര്യങ്ങൾ ഗ്രില്ല് അങ്ങനെ ഒന്നുമില്ല, ഫുൾ 4 സൈഡും ഓപ്പണാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി വരാവുന്നൊരു പാർക്കാണ്. ഒരുവിധം എല്ലാ സൗകര്യങ്ങളുള്ള പാർക്കാണ്. സൗകര്യങ്ങൾ മീൻസ് ഞാൻ പറഞ്ഞത് നമുക്ക് ബാത്റൂം കാര്യങ്ങൾ അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. അതൊക്കെ നല്ല വെറൈറ്റി ലുക്കിൽ ഉണ്ടാക്കി നമ്മൾ കാണിച്ചു തരാം. എൻട്രൻസ് ഇത് നമുക്ക് സ്കൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ്. സ്കേറ്റ് ചെയ്ത് പഠിച്ച ആൾക്കാർക്കൊക്കെ ഓടിക്കാൻ പറ്റിയതാണ്. പിന്നെ പഠിക്കുന്ന സ്ഥലവും ഉണ്ട് ഇവിടെ, അതൊക്കെ കാണിച്ചു തരാം. അതാണ് പാർക്കിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ആവശ്യത്തിലേറെ ക്യാമറകളുണ്ട് കേട്ടോ. എല്ലാത്തിലും ക്യാമറകളുണ്ട്. CCTV എല്ലായിടത്തും ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, നല്ല സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം നമുക്ക് കാണിക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഫുട്ബോൾ കോർട്ടാണ്. ഇവിടെയാണ് നമ്മൾ കളിക്കാറുള്ളത്. ഇതാണ് ഇവിടുത്തെ ടർഫ്. 1, 2, അപ്പുറത്തൊരു വോളിബോളിൻ്റെ ഇതുമുണ്ട്. പിന്നെ ഇവിടെ ട്രാക്ക് ഉണ്ട്, ഓടുന്നവർക്ക് ഓടാം. പിന്നെ എൻട്രൻസ് തന്നെ മെയിൻ സംഭവം ഉള്ളത് ഇതാണ് ഇതിൻ്റെ ടോയ്ലറ്റ്, ബാത്റൂം സൗകര്യം. ഇതാണ് ഒക്കെ ലേഡീസിനും ഉണ്ട് ജെൻസിനും ഉണ്ട്, സെപ്പറേറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓപ്പൺ ജിമ്മ്. ഓപ്പൺ ജിമ്മിൽ എന്തൊക്കെയുള്ളത് കാണിച്ചു തരാം. ഓപ്പൺ ജിമ്മിൽ നമുക്ക് പുള്ളപ്പ് അടിക്കാനുള്ളതുണ്ട്, പുഷപ്പ് അടിക്കാനുള്ളതുണ്ട്. പുള്ളപ്പിനുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. പുഷപ്പ് അടിക്കുക, വയറിനടിക്കുക, എനിക്ക് ഓരോ പേരുകളൊക്കെ ഉണ്ടാവും. അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കി ചെയ്താൽ മതി. ജമ്പ് ചെയ്യാനുള്ളത് ഓരോ ഹൈറ്റ് വ്യത്യാസപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ വെയിറ്റ് ഇട്ട് അടിക്കാനുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ, അതിവിടെ എങ്ങനെ ചെയ്യേണ്ടത് അതുണ്ട്, ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഓപ്പൺ ജിമ്മിലുള്ള സംഭവങ്ങളൊക്കെ ഇതവിടെയുണ്ട്. ഇതിവിടെ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, ഇവിടെ ഉള്ള എല്ലാ കളികളും എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് ഇവിടെ ആർക്കും വന്നാലും എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ജസ്റ്റ് നോക്കിയാൽ മതി, അതുപോലെ ചെയ്യാം. അപ്പോൾ അതാണ് ഓപ്പൺ ജിമ്മത്തെ കാഴ്ച. അപ്പുറത്ത് 2 ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ ഒരു വോളിബോൾ, ഇതൊക്കെ റിപ്പയറിങ്ങിന് ഇട്ടതാട്ടോ ഇവിടെ. ഇപ്പോൾ കളി നടക്കലില്ല, റിപ്പയറിങ്ങിന് ഇട്ടതാണ്. ഒരു ഗ്രൗണ്ട് ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ഗ്രൗണ്ട് കൂടി ശരിയാക്കാനുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ്. കുട്ടികളും വലിയവരൊക്കെ കളിക്കും ഇതിന്മേൽ ഇരുന്ന് ഇങ്ങനെ കറങ്ങുക. അതുപോലെ ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ളതാണിത്. സാധാരണ ആക്ടിവിറ്റീസ് റിസ്ക്, അതായത് കുട്ടികളൊക്കെ പറ്റിപ്പിടിച്ച് കയറി കണ്ടൊക്കെ ചെയ്യൂലേ, അതിൻ്റെ ഒരു സംഭവമാണ്. അതിനിപ്പോൾ എന്തൊക്കെ പേരുകളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇതൊന്നും നമ്മളെ ചെറുപ്പത്തിലൊന്നും നമ്മൾ കളിക്കാത്ത, നമ്മൾ വല്ല മാവിൻ്റെ കൊമ്പത്തോ മൂച്ചിൻ്റെ കൊമ്പത്തോ ഒക്കെയാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികൾക്ക് എന്താ പറയുക, ശരീരത്തിന് ഗുണം കിട്ടാനും നല്ല ആരോഗ്യത്തിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഓടിച്ചാടി കളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഇവിടെ ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നതാണ്. ഇവിടെ ഫുള്ള് പച്ച പരവതാനിയാണ്, അതായത് പച്ച പുല്ല് പതിച്ചുകൊണ്ടുള്ള സ്ഥലമാണ് ഫുള്ള്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കുക, സംസാരിച്ചിരിക്കുക ഒക്കെ ചെയ്യാം. ഇപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ആളുകൾ ഉണ്ടാവുക. ഇനി നമ്മളിവിടെ വരുന്ന സമയത്ത് ബാങ്കൊക്കെ കൊടുത്ത് നമുക്ക് നിസ്കരിക്കാനൊക്കെ സമയമായി കഴിഞ്ഞാൽ നമുക്കിവിടെ നിസ്കരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഓപ്പണായിട്ടുള്ള സ്ഥലമാണ്, മുസല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അവിടുന്ന് എടുത്ത് വന്നാലൊക്കെ നിസ്കരിക്കാം. എല്ലാവർക്കും വരാൻ കിട്ടും കേട്ടോ. നമ്മൾ അടുത്ത സ്ഥലത്തിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് സ്കേറ്റിംഗ് ഒക്കെ പഠിക്കാനൊക്കെ പറ്റിയ സ്ഥലം. പഠിക്കാനും പഠിച്ചവർക്ക് കളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇതാന്ന് ഇരിക്കണ ബെഞ്ചല്ല കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ റൺ ചെയ്ത് വന്നിട്ട് ഇതിന്മേൽ കയറിക്കൊണ്ട് സ്ലിപ്പ് ചെയ്യുക, ഇങ്ങനെ എന്തൊക്കെ പറയുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സംഭവങ്ങളാണ്. ഇത് അതിലിങ്ങനെ കയറി ഇങ്ങനെ പൊങ്ങി
കറങ്ങി ചാടാനുള്ള സംഭവങ്ങളാണ് അതൊക്കെ. എല്ലാ ഒരു 2-3 സ്റ്റെപ്പുകളായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കണം കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു പാർക്കാണ്, ഫ്രീ പാർക്കാണ്. ഇവിടെ പൈസയൊന്നും കൊടുക്കണ്ട. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്നിരിക്കാവുന്നൊരു പാർക്കാണ്. ഇങ്ങനത്തെ കുറേ പാർക്കുകൾ ഇവിടെ സൗദിയിൽ, റിയാദിൽ, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പോൾ പോകാത്തവരും കാണാത്തവരൊക്കെ അങ്ങനെ പോവുക. വൈകുന്നേരങ്ങൾ ഒഴിവുള്ള സമയത്തൊക്കെ പോയിരിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഓപ്പൺ സ്റ്റേജാണിത്. ചുറ്റും ആൾക്കാർക്ക് ഇരിക്കുക. ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ, പരിപാടികൾ, പെർഫോമൻസ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റിയ പരിപാടിയാണ്, സ്ഥലമാണിത്. ഗൈസ്, ഇവിടെ എന്തൊരു സംഭവം ഉണ്ട്. ഇത് ഞാനിതുവരെ ഈ ഭാഗത്തേക്ക് വരാത്തതുകൊണ്ട് എന്താണ് അറിയില്ല. നമുക്ക് പോയി നോക്കാം എന്താണ് സംഭവം. വലിയൊരു മരം കണ്ടിട്ട് ഇവിടെ പുളിമരം അല്ല, ഇത് വേറെ തോന്നുന്നു. ഇത് വെള്ളത്തിൻ്റെ പരിപാടിയാണ്. പക്ഷെ ഇതിൽ വെള്ളമൊന്നുമില്ല. ഇത് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ ഐറ്റംസുകൾ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഭാഗം കാണുന്നത്. ഇവിടെ ഒരു വലിയൊരു മരം ഉണ്ട്. ഇത് എന്ത് മരമാണ്? പുളിമരം മരമുണ്ട്. അല്ലെങ്കിൽ കണ്ടിട്ട് മാവൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. മാവ് ഒരു വർക്കിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിൽ വലിയ മാവുണ്ട്. 1-2 മാങ്ങക്കൈമ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ വലിയ മാവൊക്കെ അവിടെ അങ്ങനെ ഉണ്ട്. അപൂർവങ്ങളായിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. ഓക്കെ, നമ്മൾ പാർക്കിൽ ഇപ്പം ഈ ഏരിയ, പിന്നെ അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്ന ഏരിയ ഉണ്ട്. പക്ഷെ അവിടെ കുറച്ച് ഫാമിലീസും കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. നമുക്ക് ലോങ്ങിൽ വേണമെങ്കിൽ അവരൊന്നും കിട്ടാത്ത രീതിയിൽ എടുത്തിട്ട് ആ ഏരിയ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ കുറേ ഐറ്റംസ് കുട്ടികൾക്ക് കളിക്കാനുള്ളതുണ്ട്. പക്ഷെ അവിടെ കുറേ ഫാമിലീസൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ക്യാമറ കൊണ്ട് പോകുന്നില്ല. അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. നടന്ന് നമ്മൾ ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് തന്നെ എത്തിട്ടോ. നല്ല ഭംഗിയുള്ളൊരു പൂച്ച. എന്തേലും കഴിക്കാൻ കിട്ടും വിചാരിച്ച് വന്നിരിക്കാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സൗദി പൂച്ചയുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ അന്തേവാസികളാണ്, പൂച്ചകളൊക്കെ. ഇവിടെ നല്ലൊരു സ്പോട്ടുണ്ട് കേട്ടോ. നല്ല ഇരിക്കാൻ പറ്റിയ പുല്ലൊക്കെ ഇട്ടിട്ട് നല്ലൊരു സ്പോട്ടുണ്ട്. വൈകുന്നേര കാലങ്ങളിൽ അടിപൊളിയായിരിക്കും ഇവിടെയൊക്കെ. അപ്പുറത്ത് പണി നടക്കുന്നുണ്ട്. അതാണ് ആ സൗണ്ട് ഇടയ്ക്ക് കട എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ ഏകദേശം ഒരു രൂപം കാണാം. ആ ഭാഗത്തേക്ക് ബാക്കിലോട്ടും ഉണ്ട്. സൈഡ് കംപ്ലീറ്റ് ഇങ്ങനെ കാണാം. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. നമ്മളിത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ വീഡിയോകളൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് എത്തും. ഇതൊന്നും ഇപ്പോൾ ഒരു കണ്ടൻ്റ് അല്ല. ഇതിപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എടുത്തുള്ളൊരു ഏരിയ ആയതുകൊണ്ട് കാണാത്തവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്ത് വിട്ടതാണ്. ഇതും കറക്റ്റ് പക്കായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഇവിടെ അത് ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ സമയം ഞാൻ തിരഞ്ഞെടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ കുറയുന്ന സമയം, ആൾ ഇല്ലാത്ത സമയം. എന്നാലും കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ കളിപ്പിക്കാനൊക്കെ കൊണ്ട് വന്ന ആൾക്കാർ ഒക്കെ ഉണ്ട്. അപ്പോൾ കുറേ ഏരിയകളൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഗൈസ്, നമ്മളെ ചാനലിൻ്റെ പേര് MRC559 എന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പവർ വെറ്റ്.